തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും CPM സമ്മതിക്കുകയാണ്. അവിടുത്തെ പരാജയം അത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മ കൂടിയാണ് എന്നതാണ് പാർട്ടി സെക്രട്ടറി പ്രതികരണം. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിമർശനവുമായിട്ട് തന്നെ കാണുന്നുണ്ട്. അവക്കെല്ലാം എതിരായിട്ട് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന കള്ളപ്രചാരണ വേലയെ പ്രതിരോധിക്കാൻ നമുക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളതും വിമർശനപരമായി അംഗീകരിച്ചു. സംഘടനാപരമായി വന്നു ചേരുന്ന ദൗർബല്യങ്ങൾ ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് തടസ്സമായി എന്നുള്ള സംഘടനാപരമായ പ്രശ്നവും ഞങ്ങൾ കാണുകയുണ്ട്. പയ്യന്നൂർ തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശനപരമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ സ്വയം വിമർശനപരമായ കാര്യം സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിച്ചു. സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, വെള്ളാപ്പള്ളിയെ കൈവിടുന്നു. ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി പങ്കെടുത്തതിൽ അത് വീഴ്ച എന്ന നിലയിലേക്ക് പ്രതികരണം വരുന്നു. യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന വായിച്ചത് അത് തെറ്റായിപ്പോയി എന്ന് പറയാം. അങ്ങനെ മുഴുവൻ തിരുത്തലുകൾ വരുന്നൊരു സാഹചര്യം. എങ്ങനെയാണ് ഈ ചർച്ചകളിലേക്ക് എങ്ങനെ തിരുത്തുമെന്നതാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം? രതീഷ്, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും ആ ഒരു തിരിച്ചറിവ് CPM-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്നില്ല. ആ വീഴ്ചകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പാർട്ടി അണികളും പ്രവർത്തകരുമെല്ലാം താഴെ തട്ട് മുതൽ തിരുത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഈ വിശാലമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി താഴെ തട്ട് മുതൽ ബ്രാഞ്ച് മുതലുള്ള യോഗങ്ങൾ ചേർന്നിരുന്നു. അതിലെല്ലാം കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് CPM-ന്റെ ഈ ഒരു നിലപാട് മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒട്ടേറെ വിവാദമായ വിഷയങ്ങളാണ് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ. അത് CPM തള്ളിപ്പറയാത്തത്. നേരത്തെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി തന്നെ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്നതിന് വേണ്ടി തയ്യാറായില്ല. ഇപ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതിനെയൊക്കെ ന്യായീകരിക്കുകയാണ്. എങ്കിൽ തന്നെയും മുസ്ലിം വിരുദ്ധ പരാമർശം അതിനെല്ലാം തന്നെ CPM ഇപ്പോൾ തള്ളിപ്പറയുന്ന നിലയാണ് ഉണ്ടായത്. മറ്റൊന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു വിഷയം തളിപ്പറമ്പിലെ പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥമാണ്. അതിൽ ഏതായാലും CPM ആ നിലപാട് തിരുത്തുകയാണ്. കാരണം അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതെങ്കിൽ അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തലയിൽ ആ വിഷയം വെച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് അപ്പുറത്തേക്ക് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ പോലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ ഇപ്പോഴും CPM തയ്യാറാകുന്നില്ല. അത് ഒരാളുടെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ MV ഗോവിന്ദനും എതിരായിട്ടുള്ള വിമർശനങ്ങൾ താഴെ തട്ടിലേക്ക് ഉയർന്നു വന്നിരുന്നുവെങ്കിൽ പോലും അതിനെയൊന്നും കൃത്യമായ രീതിയിൽ ഇപ്പോഴും CPM ഉൾക്കൊള്ളുന്നില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഏതായാലും ഉയർന്നു വന്നിരിക്കുന്ന വിമർശനങ്ങളിൽ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. ഇനിയെല്ലാം ഓഗസ്റ്റിൽ വിശാലമായ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. തിരുത്തൽ നടപടികളൊക്കെ അന്നു മുതൽ ഏതായാലും തുടങ്ങും.